എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 27-ാം ദശകത്തിലെ 11-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഉദ്ഭ്രാമ്യദ്ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിതേപി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ ശ്ലോകത്തോടെ 27-ാം ദശകം സമാപിച്ചു. ഇനി ഈ ശ്ലോകത്തിലെ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഉദ്ഭ്രാമ്യത് ബഹുമിതി നക്ര ചക്രവാളേ. കടച്ചിലിൻ്റെ ആ വേഗതയിൽ പാലാഴിയിലുണ്ടായിരുന്ന അനേകം തിമിംഗലങ്ങളും മുതലകളും പരിഭ്രമിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു. തത്രാബ്ധൗ, തത്ര അബ്ധൗ, ആ സമുദ്രത്തിന്, ചിരമധിതേ അപി, വളരെ നേരം മഥിച്ചിട്ടും, അതായത് കടഞ്ഞിട്ടും, നിർവികാരേ, യാതൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തേ? ഏകസ്ത്വം കരയുഗ കൃഷ്ട സർപ്പരാജ. ഏകത്വം, അങ്ങ് ഒറ്റയ്ക്ക്, കരയുഗ കൃഷ്ട, രണ്ട് കൈകൾ കൊണ്ടും, സർപ്പരാജ, സർപ്പരാജനായ വാസുകിയെ, സംരാജൻ പവനപുരേശ. ഭഗവാൻ എന്താ ചെയ്ത്? ഈ വാസുകിയെ വലിച്ചങ്ങോട്ട് കടയാൻ തുടങ്ങി. പവനപുരേശ എന്ന് വിളിക്കുകയാണ്. അതായത് ആ വിധത്തിൽ വിരാജിച്ചരുളുന്ന, അതായത് ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഹേ പവനപുരേശനായ ഗുരുവായൂരപ്പ, പാഹി രോഗാത്, രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? മഥന വേഗതയാൽ മുകളിലേക്കുയരുന്ന തിമിംഗലക്കൂട്ടങ്ങൾ, മുതലകൾ എന്നിവയോടു കൂടിയ ആ സമുദ്രം, വളരെ കാലത്തെ പരിശ്രമമുണ്ടായിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ഇരിക്കെ അങ്ങ് ഒറ്റയ്ക്ക് സർപ്പരാജനെ, അതായത് വാസുകിയെ, രണ്ടു കൈകളാലും വലിക്കാൻ തുടങ്ങി. ആ വിധത്തിൽ വിരാജിച്ചരുളുന്ന ഗുരുവായൂരപ്പ, എന്നെ രോഗബാധകളിൽ നിന്നും രക്ഷിക്കണമേ. അതായത് ഇവിടെ ദേവന്മാരും അസുരന്മാരും ഒരുപാട് സമയമായി വലിക്കാൻ തുടങ്ങിയിട്ട്, കടയാൻ തുടങ്ങിയിട്ട്, സമുദ്രത്തിന് യാതൊരു മാറ്റവും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാന്റെ രണ്ട് കൈകൾ കൊണ്ടും, ഇവിടെ ഭാഗവതത്തിൽ 1000 കൈകൾ കൊണ്ടും എന്നാ പറയുന്നത്, രണ്ട് ഭാഗവും ഒരേ സമയം പിടിച്ചു വലിച്ച് വേഗത്തിൽ കടഞ്ഞു തുടങ്ങി. അങ്ങനെ ആർക്കൊക്കെ തളർച്ച വരുന്നോ അതെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി അവരെ എല്ലാം സഹായിച്ചരുളുന്ന ഹേ പവനപുരേശനായ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ മാറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതുപോലെ ഏതെല്ലാം രോഗങ്ങൾ, അത് മനസ്സിൻ്റെ അസ്വസ്ഥതയാവാം, ശരീരത്തിൻ്റെ അസ്വസ്ഥതയാവാം, ഏതെല്ലാം രോഗങ്ങൾ വന്നിട്ടാണോ, അല്ല ഭക്തിക്ക് വേണ്ടി മാത്രമായിട്ടാണോ നിങ്ങൾ ഈ നാരായണീയത്തെ സമീപിച്ചിട്ടുള്ളത്, സർവരുടെയും അസുഖങ്ങളെ, പ്രശ്നങ്ങളെ ഭഗവാൻ ഗുരുവായൂരപ്പൻ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 27-ാം ദശകം ഞാൻ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.